എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ? അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മോളെ? അച്ഛൻ മുഖത്തേക്ക് നോക്കി. വന്നിട്ട് ഒത്തിരി നേരമായി. ഇവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണമായിരുന്നു ഇന്ന്. അവിടെ പോയിരുന്നു. മടങ്ങി വന്നിട്ടിപ്പോൾ കുറച്ച് നേരമായി. ആ നേരം കൊണ്ട് തന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു. അമ്മ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. കുഴപ്പമൊന്നുമില്ല അച്ഛാ, അമ്മവും വന്നല്ലോ, അതുകൊണ്ട് വീട്ടിലാണെങ്കിലും ബോറൊന്നുമില്ല. ചിരിയോടെ അച്ഛനെ നോക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് 3 ഗ്ലാസ് ചായയുമായി അമ്മയും സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു. അവിടെ പുതിയൊരു ഡ്രൈവർ വന്നെന്ന് പറഞ്ഞു. അതും നമ്മുടെ നാട്ടിലുള്ളത് തന്നെ. നിനക്കറിയോ അതാരാണെന്ന്? ചായ ചുണ്ടോട് ചേർക്കുന്നതിനോടൊപ്പം അമ്മയൊന്ന് ഇരുത്തി നോക്കി ചോദിച്ചു. ഉള്ളിൽ ഞാനൊന്ന് ഞെട്ടിയെങ്കിലും പുറമേ അത് കാണിച്ചില്ല. ഇല്ലമ്മ, എനിക്കറിയില്ല. കണ്ട് പരിചയമുള്ള ആളല്ല. ഒരു തരി പോലും വിക്കില്ലാതെ പറഞ്ഞിപ്പിച്ചു. അമ്മൂനിങ്ങോട്ട് വരണമെന്നില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് ഉണ്ട് അവൾക്ക്, അതുകൊണ്ട് അങ്ങള് സമ്മതിച്ചില്ല. ഞാനൊന്ന് ചിരിച്ചു. നിന്റെ ദർശന ചേച്ചിയുടെ കല്യാണം ഉടനെ ഉണ്ടാകും. അച്ഛൻ മറ്റെങ്ങോ നോക്കി. അത് ഞാൻ ചോദിക്കാൻ മറന്നു. കഴിഞ്ഞ ദിവസം അവിടെ നിന്നപ്പോൾ ചേച്ചി വിളിച്ചിരുന്നു. അപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു. എന്നത്തേക്കാ? ഡേറ്റ് എടുത്തില്ല. 4-5 മാസങ്ങൾക്കുള്ളിൽ കാണും. അച്ഛനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ചിന്മയ, ഇത് ഞാനാണ്. ഫോണിലൂടെ കേട്ട ശബ്ദത്തിൽ ഞാനൊരു നിമിഷമൊന്ന് പകച്ചുപോയി. ഇത്രയും നേരം ഈ കിടക്കയിൽ കിടന്ന മഹേഷേട്ടനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ടൊന്ന് വിളിക്കാൻ പോലും നമ്പറില്ലെന്ന വിഷമത്തിലായിരുന്നു. നനച്ചിരിക്കാത്ത നേരം തന്നെ ഇങ്ങോട്ടേക്ക് കോളും വന്നു. ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. മഹേഷേട്ടൻ തന്നെയാണോ ഇതെന്ന് മനസ്സിനോട് 100 ആവർത്തി ചോദിച്ചു. ചിന്മയ, കേൾക്കുന്നുണ്ടോ? പതിഞ്ഞ മഹേഷേട്ടൻ്റെ ശബ്ദം. ഞാനൊന്ന് മൂളി. കേൾക്കാം മഹേഷേട്ടാ. എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ശബ്ദത്തിൽ വെള്ളി വീണുപോയി. താൻ എപ്പോൾ അങ്ങെത്തി? 2 മണിക്ക് മുന്നേ എത്തി. ആണോ? ഞാനത് അറിയാനാണ് വിളിച്ചത്. എൻ്റെ കൂടെ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു വിട്ടതല്ലേ, അപ്പോൾ വിളിച്ചന്വേഷിക്കണ്ടേ? ചിരി കലർന്നൊരു ശബ്ദം. മഹേഷേട്ടൻ എപ്പോൾ എത്തി? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഞാൻ ഒത്തിരി നേരമായിടോ വന്നിട്ട്. തന്നെ വിളിക്കണമെന്ന് വിചാരിച്ച് കുറേ നേരമായി. സമയം കിട്ടിയില്ല, ഓരോ തിരക്കിലായിപ്പോയി. നമ്പർ? എനിക്കതൊന്നറിയാൻ വെമ്പൽ കൊണ്ടു. നമ്പർ തൻ്റെ അങ്കിള് തന്നതാടോ, അന്ന് പിക്ക് ചെയ്യാൻ വരാൻ നേരത്ത്. അവിടെ എന്തായി? എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ല. റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ചിന്മയ കഴിച്ചോ? കഴിച്ചു. കിടക്കാൻ പോവാ. മഹേഷേട്ടൻ കഴിച്ചോ? കഴിച്ചില്ല, ഇനി വേണം. താൻ കിടന്നോ? ബൈ. അധികം മിണ്ടാനില്ലാത്തതുപോലെ ഒരു ബായ് പറഞ്ഞ് ആൾ ഫോൺ വെച്ചെങ്കിലും എൻ്റെ ഉള്ളിലെ സന്തോഷത്തിൻ്റെ അളവ് ചെറുതായിരുന്നില്ല. കോള് കട്ട് ചെയ്ത് ആദ്യം മഹേഷേട്ടൻ്റെ നമ്പർ സേവാക്കി വെച്ചു. വാട്സപ്പിൽ ചെന്ന് DP നോക്കി. അതോടെ ഒരു കാര്യം മനസ്സിലായി. മഹേഷേട്ടൻ എൻ്റെ നമ്പർ സേവ് ചെയ്ത് കാണില്ലെന്ന്. എങ്കിലും നമ്പർ കിട്ടിയല്ലോ, അത് മതി. ആ ഒരു ഓർമ്മയിൽ തന്നെ കണ്ണുകളും അടച്ചു. അപ്പം മഹേഷേട്ടൻ വിളിച്ചല്ലേ? അത്രടം വരെയൊക്കെ എത്തിയോ? നെറ്റിയപ്പം അമ്മി ചിരിച്ചു. ഒപ്പം കിടക്കയിൽ കൈതാങ്ങി എൻ്റെ മുഖത്തേക്ക് നോട്ടം കൊടുത്തു. ഞാനും അതുപോലെ അവളെ നോക്കി കിടക്കുമായിരുന്നു. നാട്ടിൽ വന്നെന്നറിഞ്ഞ് കാണാൻ വന്നതാണ് അവൾ. നീ മഹേഷേട്ടനെന്ന് ഉറക്കെ പറയാതെ പതുക്കെ പറയ്. ഇവിടെ ആരെങ്കിലും കേട്ടാൽ പിന്നെ തീർന്നു. ഞാൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അറിയില്ല അല്ലേ, മഹേഷേട്ടനാണ് അവിടുത്തെ ഡ്രൈവറെന്ന്? നേരത്തതിലും ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. ഇല്ല, അതറിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തില്ല. ബെസ്റ്റ്. അതൊക്കെ പോട്ടെ, നിൻ്റെ മഹേഷേട്ടന് പണ്ടത്തതിലും മാറ്റമുണ്ടല്ലോ. നീ പറഞ്ഞത് വെച്ച് നോക്കിയാ? അതെനിക്കും തോന്നി. പക്ഷെ അതിൻ്റെ കാരണം അറിയില്ലടി. ചിലപ്പോൾ മഹേഷേട്ടൻ വിചാരിക്കുന്നുണ്ടാകും ഞാൻ പഴയതൊക്കെ മറന്നു കാണുമെന്ന്. ഞാൻ മച്ചിലേക്ക് ശ്രദ്ധ തിരിച്ചു. അങ്ങനെയല്ല. ഇനി ചിലപ്പം പുള്ളിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലോ? ആവോ, എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നിനക്കുള്ളതാണേ നിനക്ക് തന്നെ കിട്ടും. ഇനിയും പണ്ടത്തെ പോലെ പുറകെ പോകുന്നും വേണ്ട. ഇല്ല, അതിനൊന്നും ഇനി ഞാനില്ല. അല്ല, ഇനി എന്നാ തിരിച്ചു പോണത്? നെറ്റി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. മറ്റന്നാൾ പോകും. എങ്കിൽ അടുത്ത വരവിന് കാണാൻ മോളെ, ഞാൻ ഇറങ്ങട്ടെ. യാത്ര പറഞ്ഞ് നെറ്റി ഇറങ്ങുമ്പോൾ വാതിലോളം ഞാനും അവൾക്കൊപ്പം ചെന്നു. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് പോയത്. ഇന്നിവിടെ നിന്നും കോട്ടയത്തേക്ക് മടങ്ങണം. അച്ഛനെയും അമ്മയെയും കണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ പോകാൻ ധൃതിയായി. കാരണം മഹേഷേട്ടൻ അവിടെയാണ്. പിറ്റേന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എത്തിയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും. അന്നൊന്ന് വിളിച്ചതിൽ പിന്നെ ഇതുവരെയും ഒരു വിളിയോ മെസ്സേജോ ഒന്നുമില്ലായിരുന്നു. അങ്ങോട്ടേക്ക് വിളിക്കാനും പോയില്ല. എന്ത് കരുതും മഹേഷേട്ടൻ? അമ്മ ഇടയ്ക്ക് മെസ്സേജ് അയക്കും.
പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാനെന്ന്. ഞാനില്ലാതെ ബോറാണെന്ന്. അതുപോലെ അവൾക്കെന്തോ പറയാനും ഉണ്ടെന്ന്. അതിനി അറിയാതെ ഒരു സമാധാനം കിട്ടില്ല. ഇവിടെ വന്നിട്ട് ഒരു ദിവസം നിത്യ വന്നു. അതിനുശേഷം ദർശു ചേച്ചിയെയും പോയി കണ്ടു. ഇടയ്ക്ക് അഞ്ജു ചേച്ചിയെയും. ആരോടും മഹേഷേട്ടൻ്റെ കാര്യം പറഞ്ഞില്ല. ഇങ്ങോട്ടൊട്ട് ചോദിക്കാനും വന്നില്ല. ഉച്ചയോടെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. സ്റ്റേഷൻ വരെ അച്ഛൻ കൊണ്ടാക്കി. ട്രെയിൻ യാത്ര ആസ്വദിക്കാനായില്ല. മഹേഷേട്ടൻ്റെ ഓർമ്മയായിരുന്നു. അന്നത്തെ യാത്രയിൽ മതിമറന്നങ്ങിരുന്നു. കോട്ടയത്തെത്തിയിട്ട് അങ്കിളിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ആൻറ്റിയെ വിളിച്ചു. തനിയെ വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ചിലപ്പം മഹേഷേട്ടനും അങ്കിളും കൂടി മറ്റെവിടെയെങ്കിലും പോയി കാണുമെന്ന് ഊഹിച്ചു. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നപ്പോഴേ ഉമ്മറത്ത് അമ്മു നിൽപ്പുണ്ടായിരുന്നു. ഒപ്പം മുറ്റത്ത് കാറും. അപ്പം മഹേഷേട്ടൻ ഇവിടെയുണ്ട്. പിന്നെ എന്താകും വരാഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് പോയത്. ഇടയ്ക്ക് കണ്ണടഞ്ഞു കിടക്കുന്ന ഔട്ട് ഹൗസിലേക്കും ഓടിപ്പോയിരുന്നു. അമ്മേ, ദേ ഇവിടെ നിന്നും പോയ ആൾ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് കടന്നപ്പോൾ തന്നെ അമ്മു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഞാൻ അവളുടെ കയ്യിലൊന്ന് പിച്ചി പറിച്ചു. പോയി ഫ്രഷായിട്ട് വാ മോളെ, കഴിക്കാനെടുക്കാം. ഊണുനേരം കഴിഞ്ഞല്ലോ. മുടിയിൽ തഴുകി ആൻറ്റി ഒന്ന് ചിരിച്ചു. ഇതാ അമ്മ തന്നു വിട്ടതാ. ബാഗ് തുറന്ന് കുറച്ച് കവറെടുത്ത് ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് മുറിയിലേക്ക് പോയി. എനിക്ക് പുറകെ അമ്മുവും വന്നു. അങ്കിൾ എവിടെടി? അച്ഛൻ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. കാറ് മുറ്റത്തുണ്ടല്ലോ. മുടിയിൽ നിന്ന് ക്ലിപ്പ് അഴിച്ചു മാറ്റുന്നതിനോടൊപ്പം ഞാൻ പുരികം ചുളിച്ചു നോക്കി. ടാക്സിയിലടി പോയത്. അതെന്താ മഹേഷേട്ടൻ അവിടെയില്ലേ? പുള്ളി അവിടെയുണ്ട്. പക്ഷെ ഡ്രൈവ് ചെയ്യാൻ കുറച്ചിടേ പറ്റില്ല. കയ്യിലൊരു ഫ്രാക്ചർ, റെസ്റ്റില്ല. നിസാര മട്ടിൽ അമ്മു പറയുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അയ്യോ, അതെങ്ങനെ? നിമിനേരം കൊണ്ട് കണ്ണൊന്നുരുണ്ടു കൂടി. അമ്മു കാണാതിരിക്കാൻ ഞാൻ മുഖം വെട്ടിച്ചു മാറ്റി. ഡ്രസ്സിംഗ് ടേബിളിനരികിലേക്ക് നടന്നു. പുള്ളി ബാത്റൂമിൽ എന്തോ വീണതാ. ഇപ്പം 2 ദിവസമായി. ഈ വീക്ക് കഴിയുമ്പോൾ ഒക്കെ ആവും. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അമ്മുവിന് മറുപടി കൊടുക്കാനാകാതെ എൻ്റെ കണ്ണുകൾ ജനാല വഴി മഹേഷേട്ടൻ്റെ റൂമിലേക്ക് പാഞ്ഞു പോയിരുന്നു. എങ്ങനെയെങ്കിലും ആളെ ഒന്ന് കണ്ടാൽ മതി. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാനും ആകില്ല. ഇതിനാണോ മഹേഷേട്ട ഞാൻ ഓടിപ്പാഞ്ഞു വന്നത്? ചാറ്റൽ മഴ പോലെ വീഴുന്ന വെള്ളത്തിനടിയിൽ ഏറെ നേരം ഒരേ നിൽപ്പ് നിന്നു. താഴെ നിന്നും ഊണ് കഴിക്കാൻ ആൻറ്റി വിളിച്ചപ്പോൾ തല തോർത്തി അങ്ങോട്ടേക്ക് ചെന്നു. മഹേഷിന് വയ്യ മോളെ, അതാ വണ്ടി അയക്കാഞ്ഞത്. കറി വിളമ്പുന്ന കൂട്ടത്തിൽ ആൻറ്റി പറഞ്ഞു. ആ, ഞാൻ അറിഞ്ഞ ആൻറ്റി, അമ്മ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? പെയിനുണ്ടെന്ന് തോന്നുന്നു. ആഹാരം കൊടുക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞിരുന്നു. കൂടുതലൊന്നും പറഞ്ഞതുമില്ല. ഞാൻ ചോദിച്ചതുമില്ല. നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനമാകൂ. എങ്ങനെയൊക്കെയോ വാരി കഴിച്ചെഴുന്നേറ്റു. ഇരുന്നിട്ടൊരു സമാധാനമില്ല. അപ്പുറത്തേക്കൊന്ന് പോയാൽ മതി. വൈകുന്നേരം അങ്കിൾ വന്ന് വിശേഷങ്ങൾ തിരക്കുമ്പോഴും ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഞാനൊന്ന് അപ്പുറത്ത് പോയി ആ ചേട്ടനൊന്ന് കണ്ടിട്ട് വരാം ആൻറ്റി. ഒന്നുമില്ലേലും ഒരേ നാട്ടുകാരല്ലേ. വിഷമമൊന്നും തോന്നാത്ത വിധം തമാശ രൂപത്തിൽ പറഞ്ഞൊപ്പിച്ചു. ആൻറ്റിയുടെ സമ്മതം കിട്ടിയപ്പോൾ തന്നെ അവിടേക്ക് നടന്നു. കോളിംഗ് ബെല്ല് പോലും അമർത്താതെ ഞാൻ ഡോറ് തുറന്നു നോക്കി. ലോക്കായിരുന്നില്ല. ഉള്ളിലേക്ക് നടക്കുമ്പോഴും ടെൻഷനൊന്നും തോന്നിയില്ല. ഹാളിൽ ഇട്ടിരിക്കുന്ന ടേബിളിലിരുന്ന് മഹേഷേട്ടൻ എന്തോ പേപ്പർ നോക്കുന്നുണ്ടായിരുന്നു. വലത് കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. മുഖത്ത് ചെറിയൊരു ക്ഷീണം ഉള്ളതായും തോന്നി. മഹേഷേട്ടാ. ആൾക്ക് കേൾക്കാൻ പാകത്തിന് ഞാൻ വിളിച്ചു. ഹാ, ഇതാരാ ചിന്മയോ? മഹേഷേട്ടൻ ഇപ്പോഴും ചിരിക്കും. വേദനയില്ലാതെ ചിരിക്കുന്നു. ആ ചിരിയിൽ അയാൾക്കൊന്നും ഇല്ലെന്നൊരു ഭാവമായിരുന്നു. എന്ത് പറ്റി മഹേഷേട്ടാ? വീണെന്ന് പറഞ്ഞു. ഒന്നുമില്ലടോ, ബാത്റൂമിലൊന്ന് വീണതാ. കൃത്യം കൈക്ക് തന്നെ പണി കിട്ടി. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഈ വീക്ക് പ്ലാസ്റ്റർ എടുക്കാം. അല്ല, താനെപ്പോൾ വന്നു? ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. അതിനൊന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നെയും അവിടെ നിൽക്കണമെന്നും കൂടെ ഇരിക്കണമെന്നും പരിചരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനെ അടക്കി നിർത്തി. ഞാൻ അപ്പുറത്തേക്ക് പൊക്കോട്ടെ? താല്പര്യമില്ലാതെ ചോദിച്ചു. ചിരിയോടെ മഹേഷേട്ടൻ തലയാട്ടി സമ്മതിച്ചപ്പോൾ മടിയോടെ ഞാൻ ആ പടി കടന്നു. മഹേഷ് ആ പോക്കും നോക്കി ചിരിയോടെ അപ്പോഴും നിന്നു.